ഇന്ന് രാവിലെ 7 മണി ആയപ്പോഴേക്കും ഞങ്ങൾ ദേ കോണത്തൂന്നിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. കോണത്തൂന്നിൽ 7 മണി ആയപ്പോഴേക്കും ഞങ്ങളെത്തി. ദേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അവിടെ കോണത്തൂന്നിൽ സർപ്പക്കാവിൽ പുനഃപ്രതിഷ്ഠയാണ് കേട്ടോ. അപ്പോൾ പുനഃപ്രതിഷ്ഠ 2 കാവിൽ പുനഃപ്രതിഷ്ഠയുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാർക്കൊക്കെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ദേ പൂജ നടക്കണ നമ്മുടെ സർപ്പക്കാവിൻ്റെ അവിടേക്കാണ് കേട്ടോ പോണത്. അതിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ വീടൊക്കെ ഉണ്ട്. അപ്പോൾ ദേ ആ വീട്ടിലെല്ലാവരും വിശ്രമിച്ചിരിക്കാൻ കേട്ടോ. പൂജ ഇപ്പോഴൊന്നുമില്ല. 7 മണിക്ക് നമ്മുടെ തിരുമേനിമാരൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷേ പൂജയുടെ ഒരുക്കങ്ങളാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പൂജയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതേ പായസം വയ്ക്കുന്നുണ്ട്, അപ്പം ഉണ്ടാക്കുന്നുണ്ട് ഒരാൾ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് കേട്ടോ. അപ്പോൾ പൂജ കഴിയാൻ ഒരു 11:30 ആവും. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ ചടങ്ങുകളാണ് ഇപ്പം നമ്മൾ കാണുന്നത്. അങ്ങനെ പൂജയ്ക്ക് വേണ്ട പ്രിപ്പറേഷനിലൊക്കെയാണ് കാവിൻ്റെ പരിസരത്ത് നടക്കണത് കേട്ടോ. ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഇതേ കാവിൻ്റെ അവിടെ നിന്നുള്ള അടുത്തുള്ള വീട്ടിൽ തന്നെ പോയിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മുടെ ഗിനി പിഗ് അങ്ങനെയല്ലേ പറയാം, അതുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് അത് പേടിയായ കാരണം എല്ലാവരും കാലൊക്കെ മുകളിൽ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി അവിടെ വർത്താനത്തിലാണ്. അപ്പോൾ പൂജ തൊഴേണ്ട സമയമാകുമ്പോൾ അവർ വിളിക്കും. അപ്പോൾ പോകാം എന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാവരും എല്ലാവരും നമ്മുടെ അടുത്തുള്ള വീട്ടിൽ വർത്താനത്തിലാണ് കേട്ടോ. അപ്പോൾ പൂജയുടെ ഒരുക്കങ്ങൾ നമ്മുടെ കാവിൻ്റെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ തൊഴാനുള്ള സമയമായപ്പോഴേക്കും എല്ലാവരും നമ്മുടെ സർപ്പക്കാവിലെത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയാണ്. പൂജ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ സ്വാമി എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് എന്തൊക്കെ ചടങ്ങുകളാണ് അവിടെ ചെയ്യണേന്നൊക്കെ കൃത്യമായിട്ട് ഒരു ഐഡിയ ഒക്കെ പറഞ്ഞു തന്നു കേട്ടോ. പിന്നെ പാമ്പുംകാവിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും അങ്ങനെ കുറേ കാര്യങ്ങൾ ആൾ വിശദീകരിച്ച് പറഞ്ഞു തന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പഴയ പ്രതിഷ്ഠയിൽ നിന്ന് ചൈതന്യമൊക്കെ ആവാഹിച്ച് നമ്മുടെ പുതിയ പ്രതിഷ്ഠയിലേക്ക് കൊണ്ടുവരണ ചടങ്ങാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ പൂജയും എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മുടെ പ്രതിഷ്ഠയിലേക്കൊക്കെ ചൈതന്യമൊക്കെ കൊണ്ടുവന്ന് പിന്നെ പൂജ നടക്കുകയാണ് കേട്ടോ. പൂജയൊക്കെ കഴിഞ്ഞ് പായസമൊക്കെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് ഇനി നമുക്ക് അടുത്ത ചടങ്ങ് എന്ന് പറയുന്നത് നമ്മുടെ താഴത്തെ കാവിലും ഇതേമാതിരി സർപ്പക്കാവുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയും പുനഃപ്രതിഷ്ഠ നടത്തുന്നുണ്ട്. അപ്പം നമ്മളെല്ലാവരും നമ്മുടെ പൂജാ സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ യാത്രയാവാണ്. കുറച്ച് ദൂരമുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി നടന്നു പോവുകയാണ്. നമ്മുടെ താഴത്തെ കാവിലെ പുനഃപ്രതിഷ്ഠയുടെ ചടങ്ങുകൾക്ക് വേണ്ടി അങ്ങോട്ട് പോവാണ് കേട്ടോ. തിരുമേനി ഓണം വടിവല്ലേ പൂരൊക്കെ തൊട്ട് പക്ഷെ അതിന്റെ മണം വന്നില്ലല്ലോ. മതി എടുത്തു
അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയും താഴ്ത്തകാവിലെത്തിയിട്ടുണ്ട്. താഴ്ത്തകാവിൽ ഇതേ പൂജകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ വിഗ്രഹമൊക്കെ പുതിയതൊക്കെ കഴുകി വൃത്തിയാക്കി ഇനി പഴയതിൽ നിന്ന് പുതിയതിലേക്ക് ആവാഹിക്കണ ചടങ്ങുകളൊക്കെയാണ് നടക്കണത് കേട്ടോ. Om Namah Shivaya, 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 Hare Hare Mahadeva, Nagamanikyam, Nagamanikyam, Nagamanikyam. Om Namah Shivaya. Om Namah Shivaya, Namo Namah Shivaya. അങ്ങനെ 2 സർപ്പക്കാവിലെയും പൂജ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മുകളിലത്തെ കാവിലെയും താഴത്തെ കാവിലെയും പുനഃപ്രതിഷ്ഠ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ പുനഃപ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞ് ദീപാരാധനയും കഴിഞ്ഞ് എല്ലാവരും തൊഴുത് ഹാപ്പി ആയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലുള്ള ഫാമിലി മെമ്പേഴ്സൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും മനസ്സ് നിറഞ്ഞ് തൊഴുത് ഒരു നല്ല ദിവസമായിരുന്നു കേട്ടോ. ഇനി അടുത്തത് ദക്ഷിണ കൊടുക്കൽ ചടങ്ങൊക്കെയാണ് കേട്ടോ. തിരുമേനിമാർക്കൊക്കെ ദക്ഷിണ കൊടുത്ത് പ്രസാദമൊക്കെ വാങ്ങിച്ച് എല്ലാം വളരെ ഗംഭീരമായിട്ട് നടന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. സർപ്പക്കാവിലെ പുനഃപ്രതിഷ്ഠയൊക്കെ അങ്ങനെ വളരെ ഗംഭീരമായിട്ട് നടന്നു. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.